കൊറോണ വൈറസിനെ മഹാമാരിയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ചൈനയ്ക്ക് പുറത്ത് രണ്ടാഴ്ചക്കിടെ വൈറസ് വ്യാപനം 13 മടങ്ങ് വർദ്ധിച്ചെന്ന് വിലയിരുത്തൽ. വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കുക എളുപ്പമല്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. आज रात 12 बजे से पूरे देश में, ध्यान से सुनिए, पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। हिंदुस्तान को बचाने के लिए, हिंदुस्तान के हर नागरिक को बचाने के लिए, आपको बचाने के लिए, आपके परिवार को बचाने के लिए आज रात 12 बजे से घरों से बाहर निकलने पर पूरी तरह पाबंदी लगाई जा रही है। देश के हर राज्य को, हर शासित प्रदेश को, हर जिले, हर गांव, हर कस्बे, हर गली मोहल्ले अब लॉकडाउन പറയടാ. ഒന്നുമില്ലടാ, വെറുതെ വിളിച്ച. ഡാ പറയടാ. എന്തായാലും ഈ ലോക്ക്ഡൗണും കൊറോണയും സീനാവോ? അത് അറിയില്ലടാ. ഇനി നമ്മളെപ്പോഴാ കാണുക? എന്തായാലും 21 ദിവസം കഴിഞ്ഞിട്ട് കാണാലോ. ശരിടാ, പിന്നെ വിളിക്കാം. നീ വിഷമിക്കണ്ടാ, 21 ദിവസമല്ലേ ഉള്ളൂ. ആടാ ശരി. आज बड़े दिन बाद न देखा दिन रात, सारा दिन चलेगी पबजी। न खेलूं क्लासिक या कभी वॉर मोड, गन रोजा मेरे पास जिसका न कोई तोड़। मैं मारूं हेडशॉट लगा के ये टेस्ट, हम फुली पूरा चार्ज, प्रोफाइल करो चेक, प्रोफाइल पर ഹലോ. അമ്മേടാ, റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, കോളേജിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. എന്താ 4 നീ തോറ്റിരിക്കണേ? നീ പിന്നെ എന്താ എത്ര ദിവസം ചെയ്തിരുന്നേ? പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി 4 സബ്ജക്റ്റ് എങ്ങനെ ശരിയാക്കി എടുക്കുന്നത് തോന്നണേ? നിനക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം? മിണ്ടാണ്ട് വീട്ടിൽ ആ പാടത്ത് പണിയെടുത്ത് വിട്ടിരുന്നാൽ പോരെ? എന്തിനാ വല്ല സ്ഥലത്തും പോയി കഷ്ടപ്പെട്ട് ഇത്രയും ഫീസ് കളഞ്ഞ് എന്തിനാ വെറുതെ? നീ കോളേജിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ എന്താ പറയുക? അവർ ചോദിച്ച് ഞാൻ എന്താ പറയുക? അച്ഛനോട് എന്താ പറയുക? ബാക്കിയുള്ളവരോട് എന്താ പറയുക? ഇത്രയും പൈസ കൊടുത്ത് അതൊന്നും ആലോചിച്ച് നോക്കുക. അച്ഛനൊക്കെ എത്ര നിനക്ക് വേണ്ടിയിട്ടല്ലടാ അവിടെയൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി എടുത്ത് വന്ന്. അതെങ്കിലും നിനക്ക് ആലോചിച്ചൂടെ? എല്ലാ സമയവും ഫോണും വെച്ച് ചാറ്റ് ചെയ്ത് ചാനലും സിനിമയും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വെറുതെ എന്തിനാ കുട്ടി ഇങ്ങനെ ഭാവി നശിപ്പിച്ച് കളയണേ?
ഒന്ന് ആലോചിച്ചൂടാ, അച്ഛനും അമ്മേനെ കുറിച്ച് വേണ്ട, അമ്മയെക്കുറിച്ചൊന്നും ആലോചിച്ചാൽ നീ എന്തിനാ പഠിക്കില്ലടാ? എന്തിനാ വെറുതെ ഇങ്ങനെ എന്നെ ഇതാക്കാൻ വേണ്ടി? നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കണേ? മതി, എനിക്ക് നിൻ്റെ വർത്തമാനേ കേൾക്കണ്ട. ഹലോ സർ, യെസ് പറയൂ. ഞാൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം താങ്കളെ റാൻഡം കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നില്ലേ? യെസ് ആക്കിയിരുന്നു. സോ യുവർ റിസൾട്ട് ഹാസ് ബീൻ പോസിറ്റീവ്. അപ്പോൾ പുതിയ റൂൾസ് പ്രകാരം സാറിന് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ, സാറിൻ്റെ വീട്ടിൽ സാർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല, ഒറ്റയ്ക്കാ. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. സാറിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിക്കൽ ടീം ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. So please stay in the house as your house will be sealed soon. Okay, thank you so much, sir. ഹലോ, നിനക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്തൂടെ? അറ്റ്ലീസ്റ്റ് പബ്ജി കളിക്കുകയായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന അറിയാം, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തിനെ പറ്റി നീ ആലോചിച്ചോന്ന് അറിയില്ല, ഞാൻ എന്തായാലും നല്ലോണം ആലോചിച്ചു. എനിക്ക് തോന്നുന്നില്ല ഇത് വർക്കൗട്ട് ആവുന്നു. ഒരു സിങ്കും ഇല്ല നമ്മൾ തമ്മിൽ. ഒന്നാമത് ഇതിപ്പോൾ എൻ്റെ ബർത്ത്ഡേ മറന്നുകൊണ്ടോ അതോ ഞാൻ കോൾ ചെയ്യുമ്പോൾ തിരിച്ച് കോൾ ചെയ്യാത്തുണ്ടോ, അതൊന്നുമല്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ഞാൻ എന്തായാലും തന്നെ പുറകിന് വരാൻ പോണില്ല, താനും വരണ്ട. ദാറ്റ്സ് ഇറ്റ്. ഐ ഹാവ് ലെഫ്റ്റ് ഇറ്റ്, സോ യു ഓൾസോ ലീവ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് ജസ്റ്റ് ബ്രേക്ക് അപ്പ്. അത്ര തന്നെ. ജീവിതം ഇവിടെ ഒടുക്കി. ഇങ്ങനെ എത്ര പേർ സാമൂഹിക പ്രതിസന്ധി കാരണം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണവും ഇവിടെ ജീവനൊടുക്കുന്നു. അതിൽ കുറേ പേർ കുട്ടികളാണ്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ കുറേ കുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു. വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി ആരോടും പറയാൻ കഴിയാതെ അത് മനസ്സിനെ ഭയങ്കരമായി ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് സ്കൂളുകൾ തുറക്കാത്തതിനാൽ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. നടനായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുശാന്ത് സിംഗ് രാജ്പുത് നമ്മളെ വിട്ടുപോയി. അതും ഈ ഡിപ്രഷൻ കാരണമാണെന്ന് കരുതുന്നു. ഈ ഡിപ്രഷനെ ചെറുക്കാൻ
നമുക്കുള്ള ഏക ആയുധം നമ്മൾ ഇതിനെ ഒരു ഇല്യൂഷനായി എടുത്ത് ധൈര്യപൂർവ്വം എല്ലാത്തിനെയും നേരിടാൻ പഠിക്കണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിൻ്റെ കുട്ടിക്കളികളാണ്. ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ടു വരുന്ന നമ്മുടെ പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക അസ്വാസ്ഥ്യം അവരെ ആത്മഹത്യയ്ക്ക് നയിക്കുന്നു. വിദേശത്തു നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരും അവരുടെ കുടുംബങ്ങളും ക്വാറന്റൈൻ കാലത്ത് അനുഭവിക്കുന്ന മാനസിക അസ്വാസ്ഥ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സമൂഹവും അവരെ ഒറ്റപ്പെടുത്തുന്നു. ഒരു രോഗവും ഇല്ലെങ്കിലും മനസ്സിൽ ഒരു രോഗിയായി മാറുന്നു. എന്നാൽ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം അനുഭവിച്ചേ മതിയാവൂ. അതിനുള്ള ധൈര്യം സമൂഹം അവർക്ക് പകർന്നു നൽകണം. കുട്ടികളെ നാം ട്രെയിൻ ചെയ്യേണ്ടത് തോൽവികളെ അഭിമുഖീകരിക്കാനാണ്. നമ്മുടെ തലച്ചോറിൽ വിജയത്തെ മാത്രം പ്രോഗ്രാം ചെയ്ത് വെക്കരുത്. വെൽത്ത് മാനേജ്മെൻറ്റിനേക്കാൾ നാം അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സിനെ കുറിച്ചാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചാലഞ്ചിങ് ആയ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കേണ്ടതാണ്. എല്ലാവരും അദ്വൈതരാണ്. സമയം എല്ലാം സുഖപ്പെടുത്തും എന്ന ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് ജീവിക്കുക. എല്ലാം ഒരു മിഥ്യയാണ്.